ഐഫോൺ മോഡൽ. ആളുകൾ മണിക്കൂറുകളോളം ഐഫോണിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. വെബ്സൈറ്റുകളിൽ ഓഫർ വരുന്നത് കാത്ത് 1 മണിക്കും 2 മണിക്കൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഐഫോൺ വാങ്ങാൻ. സോ ഇന്ത്യയിലെ ഈ ഐഫോൺ ബ്രാൻഡ് എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് ഈ ഐഫോൺ ബ്രാൻഡിന് പുറകെ, അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2007 സ്റ്റീവ് ജോബ്സ് ആദ്യമായിട്ട് ഐഫോൺ പുറത്തിറക്കുമ്പോൾ എങ്ങനെയാണ് ആളുകൾ ഇതിന് പുറകെ പോയിരുന്നത്, അതുപോലെയാണ് ഇന്നും 2024 ആളുകൾ ഈ ഐഫോണിന് പുറകെ പോകുന്നത്. എക്സ്പെഷ്യലി ഇന്ത്യയിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഐഫോണിന് പുറകെ പോകുന്ന ആളുകളെ കാണുന്നുണ്ട്. 2007 ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഫോണുകൾ വളരെ ബൾക്കി ആയിരുന്നു, വലിയ കീപാഡ്, ബട്ടൺസ്. എന്നാൽ അതിനൊക്കെ റെവല്യൂഷണറൈസ് ആയിട്ട് മാറ്റിയിട്ടായിരുന്നു ഐഫോണിൻ്റെ ഈ പുതിയ വരവ്. അന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അതൊരു ടച്ച് കൺട്രോൾ ഉള്ള ഒരു ഐപോഡ് പോലെ, അതിനകത്ത് ഫോൺ യൂസ് ചെയ്യാം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. ആളുകൾ ഷോറൂമിന് മുന്നിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി, ലൈൻസിൽ നിന്നിട്ട് ആ ലൈന് സെല് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രാന്ത് US മാത്രമല്ല, ഇന്ത്യയിലും ഇത് തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഇതിനൊരു സ്മാർട്ട് ഫോണോ ഒരു ടെക്നോളജി എന്നതിലുപരി അതൊരു സ്റ്റാറ്റസോ സിമ്പിളോ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ജസ്റ്റ് ആ ഒരു സിമ്പിൾ അവരുടെ കയ്യിൽ വേണം, അത്രയാണ് വേണ്ടത്. അതിൻ്റെ ടെക് എന്താണോ, അതിൻ്റെ മറ്റു വശങ്ങൾ എന്താണോ, അതിൻ്റെ കോസ്റ്റ് എന്താണോ, ഇത് എൻ്റെ 3-4 മാസം സാലറി ആണോ, ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല. അവർക്ക് ആ സ്റ്റാറ്റസ് കിട്ടണം, അത്രേ വേണ്ടു. ഒരു ഐഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയൊക്കെ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആവറേജ് ഇന്ത്യൻ സാലറി 25,000 രൂപയാണ്. എന്നിട്ട് പോലും ആളുകൾ അത് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ചുരുക്കി പറയുകയാണെങ്കിൽ പിയർ പ്രഷർ. മറ്റുള്ളവരത് വാങ്ങുന്നുണ്ട്, മറ്റുള്ളവർക്ക് ആ സിമ്പിൾ ഉണ്ട്, സോ ഞാനും വാങ്ങണം, എനിക്കും ആ സിമ്പിൾ വേണം, എനിക്കും ആ സ്റ്റാറ്റസ് വേണം. അല്ലാതെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ ഐഫോൺ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആരെങ്കിലും ഈ ഐഫോണിൽ ഫോട്ടോ എടുത്തിടുന്ന കാണുമ്പോൾ ആളുകൾക്കൊരു സെൻസ് ഓഫ് പ്രഷറാണ് വരുന്നത്. എനിക്കും അത് വാങ്ങണം, എൻ്റെ കയ്യിലും അത് വേണം. സോ ആളുകൾ അതിനെ കാണുന്ന ഒരു സക്സസിൻ്റെ സിമ്പിളായിട്ടാണ്. ഇങ്ങനെ എൻ്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ ഞാൻ സക്സസ്ഫുള്ളായി എന്നൊരു ചിന്താഗതിയാണ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഐഫോൺ ആളുകളുടെ ഇടയിൽ സൈക്കോളജിക്കലായിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഐഫോണിനെ ഒരു സ്റ്റാറ്റസ് ആക്കി മാറ്റുകയാണ്. പല ആളുകൾക്ക് ഇന്ത്യയിൽ ഐഫോണിൻ്റെ ന്യൂ മോഡൽസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ യൂസ്ഡ് ആയിട്ടുള്ള ഐഫോണിൻ്റെ പുറകെ പോകുന്നു. സോ ഇന്ത്യയിലെ മാർക്കറ്റുകളിൽ യൂസ്ഡ് ഐഫോണിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതും വളരെ ഹൈ പ്രൈസിനാണ് ഇത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്ത ഐഫോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3.2 മില്യൺ ആണ്. മറ്റു ബ്രാൻഡുകൾ ഒരുപാട് ഫീച്ചേഴ്സ് ഓഫർ ചെയ്തിട്ട് പോലും ഐഫോൺ വാങ്ങാനാണ് ആളുകൾക്ക് ഇഷ്ടം. ഇപ്പോൾ പൊതുവെ ആളുകൾക്ക് ഐഫോൺ വാങ്ങാൻ വളരെ എളുപ്പമാണ്. എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡാണ്, എല്ലാവർക്കും EMI കിട്ടും. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമും EMIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ സാലറിയോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും അവർ മൈൻഡ് ആക്കാതെ ഈ EMI പോയി പർച്ചേസ് ചെയ്യാണ്. സോ ആളുകൾക്ക് ഇത് വാങ്ങിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ ഈ EMIകൾക്ക് പുറകിലുമുണ്ട് ഒരുപാട് ഹിഡൻ ചാർജസ്. അതും ഈ വാങ്ങുന്നവർ അറിയുന്നില്ല. ആളുകൾക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ വാലിഡേഷൻ മതി. കയ്യിൽ സെക്കൻഡ് ഹാൻഡോ തേർഡ് ഹാൻഡോ ഐഫോൺ കിട്ടിയാൽ പോലും ആളുകൾ അതൊരു പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഐഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, അതുപോലെ ഐഫോണിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ക്രാഫ്റ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതരം പ്രീമിയം ഫീൽ കിട്ടണം എന്നൊക്കെ കരുതിയിട്ട്. സോ ആളുകൾക്ക് അതൊക്കെ വീഡിയോയിൽ കാണുമ്പോഴും മറ്റു റിവ്യൂവേഴ്സ്, അൺബോക്സിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അതൊരു ഫീൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതും ഐഫോണിൻ്റെ ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു 1 ലക്ഷം മുടക്കി ഒരു ഐഫോൺ വാങ്ങണം. 20,000-നും 30,000-നും നമുക്ക് മറ്റു ബ്രാൻഡുകൾ കിട്ടുമ്പോൾ എന്തിനാണ് ഈ 1 ലക്ഷം മുടക്കിയിട്ട് ഒരു ഐഫോൺ വാങ്ങുന്നത്? റെഡ്മി, സാംസങ്, OnePlus തുടങ്ങിയ ഫോണുകളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഫോണുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. പക്ഷെ ആരും അതിൻ്റെ പുറകെ പോകുന്നില്ല. ആർക്കും അത് വേണ്ട. ആളുകൾക്ക് വേണ്ടത് ഒരു ഐഫോൺ എന്നൊരു ഇമേജ് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങുന്നവർ അവരോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, നിങ്ങൾ ശരിക്കും ആ ഫോണാണോ വാങ്ങുന്നത്, അതോ അതിൻ്റെ ലോഗോ ആണോ വാങ്ങുന്നത്? 25,000 രൂപ മാത്രം ആവറേജ് സാലറി ഉള്ള ഒരു കൺട്രിയിൽ നിന്നിട്ട് ഐഫോൺ വാങ്ങുന്നത് ശരിക്കും ഒരു ഫിനാൻഷ്യലി നല്ലൊരു ചോയ്സ് ആണോ? അതും നിങ്ങളുടെ 3-4 മാസം സാലറിയുടെ അത്രയും എമൗണ്ട് വരുന്നൊരു ഫോൺ നിങ്ങൾ വാങ്ങിക്കണോ? ശരിക്കും നിങ്ങളൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കണം, അല്ലാതെ നിങ്ങളുടെ ബഡ്ജറ്റ് തകർക്കാനുള്ളതാവരുത്. മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡിങ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇതൊന്നും കണ്ടിട്ട് അവർ നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ? നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങുക. ഇനി ആര് ഐഫോൺ വാങ്ങിക്കണം? നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമുണ്ട്, ഈസി ആയിട്ട് കൊണ്ടുനടക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അന്ന് നിങ്ങൾ എന്തായാലും ഐഫോൺ എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെ മറ്റു ഫീച്ചേഴ്സ് വേണം, അതിലെ കണക്ടിവിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. നിങ്ങളെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആ ഫോണിൽ നിന്ന് റിട്ടേൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങിക്കാം. അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ 10,000 രൂപ സാലറി വെച്ചുകൊണ്ട് 1 ലക്ഷത്തിൻ്റെ ഫോൺ EMIയിൽ വാങ്ങുന്നതിലൊന്നും ഒരു ലോജിക്കുമില്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ വരേണ്ടത് നിങ്ങൾ ആരാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ്, അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ചിട്ടാവരുത്.